ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 ഗ്ലാസ് ഗോതമ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂർ കുതിർത്ത് അതിന്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് ഇതിലേക്ക് 6 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കും. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനി ശർക്കരയിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കും. ഇപ്പോൾ ഗോതമ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒരു അരിപ്പ വഴി അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കും. പിന്നെ ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശർക്കരപ്പാനിയിൽ കിടന്ന് പായസം നല്ലപോലെ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം പായസം നന്നായിട്ട് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഏലക്കാപ്പൊടിയും പിന്നെ തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ 1-ാം പാൽ ഒഴിച്ച് പായസം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ചൂടായി വരുന്ന സമയം അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കും. പിന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ലപോലെ മൂപ്പിച്ച് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.